ഗവർണർ സർക്കാർ പോര് വീണ്ടും. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസിയായി ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ സർക്കാർ നീക്കം. സിസ തോമസിനെ തടയുമെന്ന് SFI വ്യക്തമാക്കി. വിസി ചേംബറിലേക്ക് കയറുന്നതിൽ നിന്ന് സിസ തോമസിനെ തടയുമെന്നാണ് SFIയുടെ വെല്ലുവിളി. അതേസമയം പ്രതിഷേധങ്ങൾക്കിടെ സാങ്കേതിക സർവകലാശാല വിസിയായി ഡോക്ടർ K ശിവപ്രസാദ് ചുമതലയേറ്റു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, എന്താണ് വിവരങ്ങൾ? ടിൻഡു, കേൾക്കാമെങ്കിൽ എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? വീണ്ടും ഗവർണർ സർക്കാർ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവല്ലോ. തീർച്ചയായിട്ടും കൃഷ്ണരാജ, വീണ്ടും സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയിട്ട് ഗവർണർ നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയായിരുന്നു. നേരത്തെ സിസ തോമസ് KTU ടെക്നിക്കൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു. ഈ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് പോവുകയും പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോവുകയും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആ കേസ് സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രഹരമാണ് തിരികെ ലഭിച്ചത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഗവർണർ വീണ്ടും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡോക്ടർ ശിവപ്രസാദ് കേരള ടെക്നിക്കൽ സർവകലാശാലയുടെ അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ട് ചുമതലയേറ്റു. ഇടത് യൂണിയനുകളുടെ അതോടൊപ്പം തന്നെ SFIയുടെ ഒക്കെ പ്രതിഷേധം ഇന്ന് ശ്രീകാര്യം CIT കോളേജിലുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഇടയിലാണ് ഇത്തരത്തിൽ ഡോക്ടർ ശിവപ്രസാദ് ടെക്നിക്കൽ സർവകലാശാലയുടെ VC ആയിട്ട് ഇന്ന് ചുമതലയേറ്റത്. അപ്പോൾ കാലങ്ങളായിട്ട് നീണ്ടു നിന്നിരുന്ന അല്ലെങ്കിൽ ഏതാണ്ട് 5 വർഷക്കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പോരാണ്, അല്ലെങ്കിൽ ഒരു തർക്കമാണ് സർക്കാരും ഗവർണറും തമ്മിൽ. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളുടെ VC നിയമനം നമുക്കറിയാം. ഒരുപക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറായിട്ട് ചുമതലയേൽക്കുന്നതിന് മുമ്പേ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളിലൂടെയാണ് കേരള സർവകലാശാലകളിലും അതോടൊപ്പം മറ്റ് സർവകലാശാലകളിലും ഒക്കെ ഇത്തരത്തിൽ VC നിയമനം അട്ടിമറിച്ചുകൊണ്ടായിരുന്നു നടത്തുന്നത്. അവിടെയാണ് ഗവർണറുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും VC നിയമനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറംലോകം അറിയുകയും ചെയ്യുന്നത്. 2022 സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടർ രാജശ്രീയെ VC ആയി നിയമിച്ചു. VC സ്ഥാനത്ത് നിന്ന് അയോഗ്യനായതിനു ശേഷം അവിടെയാണ് സിസ തോമസ് വരുന്നത്. സിസ തോമസിന്റെ നിയമനം സർക്കാർ നൽകിയ പാനലിലല്ല എന്ന് ഉന്നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ചട്ടപ്രകാരമല്ല എന്ന് ഉന്നയിച്ചുകൊണ്ടുമാണ് ഗവർണർക്കെതിരെ സർക്കാർ ആദ്യമായി സിസ തോമസിന്റെ വിഷയത്തിൽ ഒരു തർക്കം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അവിടെയൊക്കെ ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഈ കേസ് പരിഗണിക്കാതെ വരികയും സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു പ്രഹരമേൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ആരോഗ്യ സർവകലാശാലയുടെ VC ആയിട്ട് 2ാം തവണയും ഡോക്ടർ മോഹനൻ കുന്നുമേൽ വരുന്നു. അവിടെയും സർക്കാർ മുന്നോട്ട് വെച്ച പാനൽ ഗവർണർ അംഗീകരിച്ചില്ല. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു. അതിനുശേഷമാണ് സിസ തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില ആശയങ്ങളും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. അതും ഗവർണർ അംഗീകരിച്ചു കൊടുത്തില്ല. അപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു 5 വർഷക്കാലത്തെ ഒരു തർക്കം അല്ലെങ്കിൽ ഒരു 4 വർഷക്കാലത്തെ തർക്കം നിലനിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരെ ഗവർണർ എല്ലാ കാലവും ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ VC നിയമനങ്ങളിൽ ഈ UGC ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പാനലിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഗവർണർ വീണ്ടും ശക്തമായ ഒരു തീരുമാനമെടുക്കുന്നത്. നിലവിൽ ഇപ്പോൾ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC ആയിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. പക്ഷേ ഈ VC നിയമനത്തിലും സർക്കാർ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബിന്ദു മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. ഗവർണറുടെ നിലപാടിന് അല്ലെങ്കിൽ ഗവർണർ കാണിച്ചത് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടാണ്. ഈ നിലപാടിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലേക്ക് അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകും. ഇതിനായിട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. അപ്പോൾ സർക്കാർ സിസ തോമസിന്റെ അതോടൊപ്പം തന്നെ ഡോക്ടർ ശിവപ്രസാദിന്റെ ടെക്നിക്കൽ സർവകലാശാല VC ആയിട്ട് നിയമിച്ച ഡോക്ടർ ശിവപ്രസാദിന്റെ നിയമനത്തിനെതിരെ നിയമ പോരാട്ടത്തിന് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി വരേണ്ടത് ഗവർണറുടെ ഒരു തീരുമാനമാണ്. ഗവർണറുടെ ഒരു തീരുമാനവും കൂടി മുന്നോട്ട് വരികയാണെങ്കിൽ എന്താണ് അടുത്ത ഘട്ടം? സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരിന്റെ അല്ലെങ്കിൽ സർക്കാർ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, സർക്കാർ എങ്ങനെയാണ് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനി അല്പസമയത്തിനകം ഗവർണറും മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ ഈ സർക്കാരും കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരും ഗവർണറുമായിട്ടൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ തർക്കത്തിൽ ഇപ്പോൾ വീണ്ടും സർക്കാരിനേറ്റ പ്രഹരമാണ് ഒരുപക്ഷെ ഈ സിസ തോമസിന്റെ ഈ നിയമനം എന്ന് പറയുന്നത്. അതോടൊപ്പം
സൂപ്രണ്ടിന് ഡോക്ടർ ശിവപ്രസാദിന്റെയും നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ 9 സർവകലാശാലകളിൽ ഇത്തരത്തിലുള്ള VC നിയമനവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഡോക്ടർ മോഹനൻ കുന്നുമ്മേന്റെ രണ്ടാമത്തെ തവണയുള്ള VC ആയിട്ടുള്ള നിയമനം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC ആയിട്ട് നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം സർക്കാർ ഒരു പ്രഹരമായി തന്നെ ഏൽക്കുന്നത്. ഗവർണർ സർക്കാർ പോര് വീണ്ടും. ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC-യായി ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ സർക്കാർ. സിസ തോമസിനെ തടയുമെന്ന് SFI പറയുന്നു. VC ചേംബറിലേക്ക് കയറുന്നതിൽ നിന്ന് സിസ തോമസിനെ തടയുമെന്നാണ് SFIയുടെ വെല്ലുവിളി. അതേസമയം പ്രതിഷേധങ്ങൾക്കിടെ സാങ്കേതിക സർവകലാശാല VC-യായി ഡോക്ടർ K ശിവപ്രസാദ് ചുമതലയേറ്റു എന്ന വാർത്തയും പുറത്തുവരുന്നു.